മടങ്ങി വരുമ്പോൾ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് പോകുന്നു. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ചേർത്തല ആയിഷ തിരോധാനം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18ലൂടെയുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലിലാണ് കേസിന്റെ നിർണായകമായ വഴിത്തിരിവായത്. സെബാസ്റ്റ്യൻ ആയിഷയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു റോസമ്മയുടെ വെളിപ്പെടുത്തൽ. കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചതായിരിക്കും എന്നാണ് റോസമ്മ ചേച്ചി കരുതുന്നത്. ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നു. ഉണ്ടായിരുന്നല്ലേ, എവിടെ ആയാലും വെച്ചെന്നെ വിളിച്ചെന്നെ വരുന്നു. എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേനെ. സെബാസ്റ്റ്യൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആയിഷ. അപ്പോൾ അത് കണ്ടായിരിക്കും പോയത്. പൈസ പോരാത്തതൊക്കെ അത് വന്നത് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ആയിരിക്കും പോയത്. ഒരു ദിവസം മുഴുവൻ അവരൊരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ചേർത്തല തിരോധാന കേസുകളിലെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ ഉണ്ടാകുന്നത്. നേരത്തെ റോസമ്മ ഈ വിഷയത്തിൽ ആയിഷ മരണപ്പെട്ടിരിക്കാം, അത് സെബാസ്റ്റ്യൻ കൊന്നിരിക്കാം എന്ന കാര്യം ന്യൂസ് 18ലൂടെയാണ് പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ മറ്റൊരു അന്വേഷണം കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ തിരോധാന കേസിൽ ആയിഷ എന്ന ഒരു വ്യക്തി കൂടി ഉൾപ്പെടുകയാണ്. ഇതാണിപ്പോൾ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് നീക്കം നടത്തുന്നത്. ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, സുപ്രധാനമാണ്. ചേർത്തല തിരോധാന കേസുകളിൽ പലരുടെ പേരുകൾ പരാമർശിച്ചപ്പോൾ അതിൽ വന്ന ഒരാളാണ് ആയിഷ എന്ന പേര്. ആയിഷ കേസിൽ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നു. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? എന്താണ് പോലീസിന്റെ തീരുമാനം? സജിത്ത്, സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കേസ്, ജയനമ്മ കേസ് നിലവിൽ വരുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലും ആയിഷ എന്ന ചേർത്തല വാറനാട് സ്വദേശിയുടെ തിരോധാനം പോലീസിന് മുന്നിൽ ഒരു മിസ്സിംഗ് കേസ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അവരുടെ കുടുംബമോ അല്ലെങ്കിൽ പോലീസോ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ആയിഷയുടെ ബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നില്ല. പക്ഷെ ഏറ്റവും നിർണായകമായി ഈ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലേക്ക് പോയത് റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18ലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ്. അതായത് ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ. റോസമ്മ പറഞ്ഞത് സെബാസ്റ്റ്യനും ആയിഷയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. റോസമ്മ, ആയിഷ, സെബാസ്റ്റ്യൻ ഇവർ 3 പേരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തു കൂടിയായ റോസമ്മ നമ്മളോട് വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, സ്വന്തം സ്ഥലം എഴുതി വാങ്ങുന്നതിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന ദിവസം, അതായത് രജിസ്ട്രേഷൻ തലേ ദിവസമാണ് നടക്കുന്നത്, പിറ്റേ ദിവസമാണ് നടക്കേണ്ടതെങ്കിൽ അതിന്റെ തലേ ദിവസമാണ് ആയിഷയെ കാണാതായത്. ആയിഷ സ്ഥലം എഴുതുന്നതിന് വേണ്ടി കയ്യിൽ കരുതിയിരുന്ന പണം സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ട് എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ അവർ നമ്മളോട് നടത്തി. ആ പണം വാങ്ങുന്നതിനായി പോയ ആയിഷയാണ് പിന്നീട് കാണാതായത്. സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ ആയിഷയെ കാണാതാകുന്നതിന് മുൻപ് 2012 ആയിഷയെ കാണാതാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഈ സെബാസ്റ്റ്യനും ആയിഷയും ഒന്നിച്ച് തന്റെ പുരയിടത്തിൽ JCB ഉപയോഗിച്ച് കിളക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. ഒരു ദിവസം മുഴുവൻ അവർ അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ അവർ നമ്മളിലൂടെ നടത്തി. പിന്നീടാണ് അൺഡിക്റ്റഡ് എന്ന എഴുതിത്തള്ളിയ ചേർത്തല, നേരത്തെ സിന്ധു തിരോധാന കേസ് പോലെ തന്നെ ചേർത്തലയിലെ പോലീസ് സംഘം അൺഡിക്റ്റഡ് എന്ന എഴുതിത്തള്ളിയ കേസ് ഈ റോസമ്മയുടെ വെളിപ്പെടുത്തലോടുകൂടി നിർണായകമായ വഴിത്തിരിവിലേക്ക് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിലൂടെ വരുന്നു. പിന്നീട് അന്വേഷണ സംഘം അവിടെ എത്തുന്നു. മറ്റ് റഡാറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ റോസമ്മയുടെ പുരയിടത്തിൽ നടത്തുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്ത, റോസമ്മ കൂടി ഇതിനകത്ത് സംശയിക്കപ്പെടുന്നു. റോസമ്മയുടെ പല മൊഴികളും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുന്നു. പിന്നാലെയായിരുന്നു അന്വേഷണ സംഘം റോസമ്മയുടെ വീട്ടിലേക്ക് പരിശോധനക്കായി എത്തുകയും റോസമ്മയിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും ചേർത്തല പോലീസും വിവരങ്ങൾ തേടുകയും ചെയ്തു. വിശദമായി ഇനിയും അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ആയിഷ എന്ന സ്ത്രീയുടെ തിരോധാനത്തിന് സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുമായി കണക്ഷൻ ഉണ്ട് എന്ന് ആധികാരികമായി നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ആ കേസ് മറ്റൊരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അൺഡിക്റ്റഡ് എന്ന ഒരു സ്ത്രീയുടെ തിരോധാനം എന്ന് മാത്രം എഴുത്തള്ളിയ കേസ് ഒരു കൊലപാതക കേസിലേക്ക് ഫ്രെയിം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 പുറത്തുവിടാനുള്ളത്. അതായത് അതിൽ കൊലപാതകത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തപ്പെടും എന്നുള്ള അതിനുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അത് കോടതിയെ ചേർത്തല പോലീസ് അറിയിക്കുകയും ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചേർത്തല CI അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ 9 അംഗ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ അതിനകത്ത് ഒരു ഇടപെടൽ കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോകുന്നതിനുള്ള ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറിയത് ന്യൂസ് 18 വാർത്തയാണ്. സജിത്ത്, എന്തായാലും ഈ ചേർത്തല തിരോധാന കേസിൽ സെബാസ്റ്റ്യന് മേൽ മറ്റൊരു അന്വേഷണം കൂടി വരുന്നു എന്നതാണ് ഇതിന്റെ ചിത്രം.
ശരണ്യ, ഈ ഐഷ തിരോധാന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം വരുന്നതോടുകൂടി സ്വാഭാവികമായും ഏറെ ദുരൂഹതയുള്ള ഈ സെബാസ്റ്റ്യന്റെ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയും ഇനിയുമുള്ള വീണ്ടും ഒരു പരിശോധന നടത്താനുള്ള സാധ്യതയും ഉണ്ടാകുമല്ലോ. ഒപ്പം തന്നെ ഈ നേരത്തെ ന്യൂസ് 8നോട് പ്രതികരിച്ച ഈ റോസമ്മ അടക്കമുള്ളവർ അന്വേഷണ റഡാറിൽ ഉൾപ്പെട്ട് തന്നെയായിരിക്കില്ലേ മുന്നോട്ട് പോവുക? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ റോസമ്മയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ നമ്മളോട് പ്രത്യേകിച്ച് നമുക്ക് നൽകിയ അഭിമുഖത്തിന് ശേഷമാണ് പോലീസ് റോസമ്മ എന്ന വ്യക്തിയും ഒപ്പം തന്നെ ഐഷ സെബാസ്റ്റ്യൻ ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് അതിന്റെ കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാം അവിടെ NCSSലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വസതിയിൽ പരിശോധന, അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടന്ന ദിവസം വളരെ പെട്ടെന്ന് വളരെ ട്വിസ്റ്റ് പോലെയായിരുന്നു അന്ന് അന്വേഷണ സംഘം ഉച്ചയ്ക്ക് ശേഷം റോസമ്മയുടെ പുരയിടത്തിലേക്ക് എത്തിയത്. അതായത് റോസമ്മയെ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്, പല കാര്യങ്ങളും അവർ പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു എന്നുള്ളത് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒപ്പം തന്നെ അവർ നമ്മളോട് വ്യക്തമാക്കിയത്, അതായത് ഐഷ തിരോധാനത്തിന് ശേഷം താൻ സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ല എന്നവർ ആദ്യം നമ്മളോട് വ്യക്തമാക്കുന്നു. അത് കഴിഞ്ഞ് അവർ പറയുന്നത് 2017 വരെ തങ്ങളുടെ ബന്ധം വളരെ സ്മൂത്തായി മുന്നോട്ട് പോയിരുന്നു എന്നുള്ള കാര്യം നമ്മളോട് വ്യക്തമാക്കുന്നു. അതിനുശേഷം റോസമ്മയുടെ കുടുംബാംഗങ്ങളുമായി റോസമ്മയുമായി അടുത്ത ബന്ധം, റോസമ്മ ഐഷ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി ഉൾപ്പെടെ ന്യൂസ് 18നോട് നിർണായകമായ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അതായത് 2017 വരെ 2021 വരെ കാലഘട്ടം വരെ സെബാസ്റ്റ്യനും ഒപ്പം തന്നെ റോസമ്മയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ ആദ്യം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കളവായിരുന്നു എന്നുള്ളതാണ്. ഈ 2012 ഐഷ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നു എന്ന് അവർ പറയുമ്പോഴും അതിനുശേഷം പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായത് ഇവരുടെ വിവാഹം വരെ 2017 ഇവർ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതിന് വരെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അത്രയധികം അടുത്ത ബന്ധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അത് റോസമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനും ഒപ്പം തന്നെ ഇവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകൾ നമ്മൾ നടത്തിയ അന്വേഷണത്തിലും അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അതോടുകൂടി റോസമ്മ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളൊരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. റോസമ്മയ്ക്ക് പല കാര്യങ്ങളും അറിയാം എന്നുള്ളൊരു ബോധ്യവും അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം റോസമ്മയുടെ കോഴി ഫാം കേന്ദ്രീകരിച്ചുള്ള, അതായത് അവരുടെ 40 സെന്റോളം വരുന്ന വീടിനോട് ചേർന്നുള്ള പുരയിടത്തിന് ദുരൂഹതകളുണ്ട് എന്നുള്ളതും ആ ഫാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് 1 വർഷം പോലും പ്രവർത്തിക്കാത്തൊരു ഫാം, ആ ഫാം റോസമ്മ തന്നെ പറയുന്ന വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പുരയിടം JCB ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ നേതൃത്വത്തിൽ കുഴിച്ചിട്ടുണ്ട്, കുഴികൾ എടുത്തിട്ടുണ്ട്, അത് വേര് നീക്കം ചെയ്യാനെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ റോസമ്മയും സെബാസ്റ്റ്യനും ഒക്കെയായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയും നമ്മളോട് പറഞ്ഞത് അതിനകത്ത് അങ്ങനെ മാത്രമല്ല അവിടെ ഒരു മറ്റ് ടാങ്കുകളടക്കം താൻ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല റോസമ്മ ഈ കാണുന്ന രീതിയിൽ നിങ്ങളോട് പറയുന്ന രീതിയിൽ മാത്രമല്ല അവർക്ക് സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യനുമായി റോസമ്മ അവിടെ അടുത്ത ഒരു സൗഹൃദം പുലർത്തിയിരുന്ന ഘട്ടത്തിൽ അവിടെ എത്തിയ ആളാണ് താനെന്നടക്കമുള്ള വെളിപ്പെടുത്തൽ നമ്മളോട് ഉണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിലൊക്കെ തന്നെയാണ് പിന്നീട് അന്വേഷണ സംഘം ഈ റഡാറുകൾ ഉപയോഗിച്ചുള്ള എർത്തിലെ ഡിറ്റക്ട് ചെയ്യുന്ന റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം റോസമ്മയുടെ കോഴി ഫാം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ള അടക്കമുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ സംബന്ധിച്ച രഹസ്യങ്ങൾ റോസമ്മയ്ക്കും അറിയാം എന്നുള്ളൊരു കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യനുമായി അത്രയധികം അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയായിരുന്നു. എന്തായാലും നിലവിൽ ഒരു കേസ്, അതായത് ക്ലോസ് ചെയ്തൊരു കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം റീഓപ്പൺ ചെയ്യപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും വെറും ഒരു തിരോധാനം എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസ് ഇപ്പോൾ അങ്ങനെയല്ല, അതിലേക്ക് കൊലപാതകത്തിന്റെ വകുപ്പുകൾ കൂടി ചുമത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഈ കേസ് കുറെ കൂടി ഗൗരവത്തോടു കൂടി അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു നിർണായകമായ വഴിയിലേക്ക് വഴി തെളിച്ചത് ന്യൂസ് 18 പുറത്തുവിട്ട റോസമ്മ സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തിയതാണ്, സ്വന്തം പുരയിടം എഴുതി നൽകുന്നതിന് രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുമ്പ് തന്റെ ഐഷയുടെ പണം റോസമ്മയുടെ സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു, അത് വാങ്ങുന്നതിനായി ഞായറാഴ്ച പോയ ഐഷയാണ് ഇല്ലാതായത് എന്നുള്ള റോസമ്മയുടെ നിർണായക വെളിപ്പെടുത്തലായിരുന്നു. അതോടുകൂടിയാണ് ഐഷയുടെ കുടുംബാംഗങ്ങളടക്കം ഈ സെബാസ്റ്റ്യന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും
സെബാസ്റ്റ്യനെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത്, ഈ അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം എങ്ങനെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്? കാരണം നിലവിൽ സെബാസ്റ്റ്യന്റെ കുറ്റകൃത്യ രീതികൾ അത് സംബന്ധിച്ച് പോലീസിന് ഏറെ സംശയങ്ങളുണ്ടല്ലോ. കാരണം ഇതുവരെ ഈ തിരോധാന കേസുകളിലൊന്നും പോലീസ് ഔദ്യോഗികമായി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായിട്ടില്ല. അതിപ്പോഴും പോലീസിന് മുന്നിൽ ചില തെളിവുകളുടെ അഭാവം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാവാം ആ വിശദീകരണത്തിലേക്ക് അവർ വരാത്തത്. ഈ ഐഷ തിരോധാന കേസിലെ അന്വേഷണം പോലീസ് എങ്ങനെയായിരിക്കും നടത്തുക? നിലവിൽ നടത്തുന്ന അന്വേഷണ സംഘവുമായി ചേർന്നുകൊണ്ടാവുമോ? എന്താണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി, അന്വേഷണ രീതി എങ്ങനെയാവാനാണ് സാധ്യത? ശരണ്യ. സജിത, ബിന്ദു പത്മനാഭൻ കേസ് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ അത് 57 KP ആക്ട് പ്രകാരം എടുത്ത കേസായിരുന്നു. അതൊരു മിസ്സിംഗ് കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് ബിന്ദുവിന്റെ കേസ്. പിന്നീട് കുറെ അതുമായി ബന്ധപ്പെട്ട കുറെ ഫോർജറി കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ബിന്ദുവിന്റെ കേസ് ഒരു മിസ്സിംഗ് കേസായാണ് കടന്നിരുന്നത്. അത് കഴിഞ്ഞ ദിവസം ചേർത്തല കോടതിയിൽ വകുപ്പുകൾ ഓൾട്ടർ ചെയ്തുകൊണ്ട് 302 അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ചേർത്തല കോടതിയിൽ ക്രൈംബ്രാഞ്ച് അതിനുള്ള നീക്കം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഇനിയിപ്പോൾ 302 ഇട്ടാൽ മാത്രമേ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസിന് വെക്കാനായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലേക്ക് ഇനി ഫോർമൽ അറസ്റ്റ് അടക്കമുള്ള കേസ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. ഒപ്പം തന്നെ 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞു. ഇനി ഏറ്റുമാനൂർ ജൈനമ്മ കൊലപാതക കേസിൽ കോട്ടയം ജയിലിലുള്ള സെബാസ്റ്റ്യനെ ഫോർമൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് വാങ്ങുക എന്നുള്ളതാണ്. അതേ നടപടിക്രമങ്ങളിലേക്ക് തന്നെ ഈ കേസും പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കോടതിയെ ഈ വകുപ്പുകൾ മാറ്റിയത് അടക്കമുള്ള തീരുമാനങ്ങൾ കോടതിയെ കൂടി അറിയിച്ചു പോകണം. ഒപ്പം തന്നെ മാത്രമല്ല സെബാസ്റ്റ്യൻ ഇപ്പോൾ ഇതിനകത്ത് റോസമ്മ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി സെബാസ്റ്റ്യൻ ഇതിനകത്ത് പങ്കുണ്ടെന്ന് നിർണായകമായ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കുറ്റകൃത്യങ്ങളെല്ലാം സെബാസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് വളരെ ബുദ്ധിപൂർവ്വവും ഒപ്പം തന്നെ ഇരുചെവി അറിയാതെയും അയാൾ പല കാര്യങ്ങളിലും രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ റോസമ്മ ഉൾപ്പെടെ പറഞ്ഞ ചില കാര്യങ്ങൾ നിർണായകമാകുന്നത്. താൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് നാട്ടിൽ പോയ സമയത്ത് തിരികെ വരുമ്പോൾ തന്റെ വീട്ടിൽ ഒരു ദിവസം മുഴുവൻ സെബാസ്റ്റ്യനും ഐഷയും ഒന്നിച്ചുണ്ടായിരുന്നു എന്ന നിർണായകമായ വിവരം അവർ നമ്മളോട് സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ JCB ഉപയോഗിച്ച് അവർ ഈ പുരയിടം ഉൾപ്പെടെയുള്ള അവർ തമ്മിൽ ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചു. മറ്റൊന്ന്, സെയിം മോഡസ് ആണ് ഈ കേസുകളുടേത് എന്നുള്ളതാണ്. അതായത് ജൈനമ്മയും ബിന്ദു പത്മനാഭനും ആണ് പോലീസിന് മുന്നിൽ ആദ്യം നിൽക്കുന്ന കേസുകൾ. ഈ ജൈനമ്മയും ബിന്ദു പത്മനാഭൻ കേസും നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിനകത്ത് പ്രധാനമായും അന്വേഷണ സംഘത്തിന് ആ മോഡസ് സെയിം ആണെന്നുള്ളതാണ്. അതായത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകൾ, സാമ്പത്തികം ഉണ്ടായിരുന്ന സ്ത്രീകൾ, ഒപ്പം തന്നെ കാണാതാകുന്ന സ്ത്രീകളുടെ അടുത്ത ബന്ധുക്കളിലേക്കോ അല്ലെങ്കിൽ അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളിലേക്കോ ഫോണിൽ നിന്നും കാണാതായ വ്യക്തികൾ വിളിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളോട് റോസമ്മ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈ കേസിൽ സെബാസ്റ്റ്യന്റെ ആ സെയിം മോഡസ് ആണ് അതിനകത്ത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും റോസമ്മ നമ്മളോട് വ്യക്തമാക്കിയ ആ വിവരങ്ങളാണ്. അതായത് താൻ ഐഷയെ കാണാതായി എന്ന് മനസ്സിലാക്കുന്ന, അതായത് ഞായറാഴ്ച രാവിലെ 2012 മെയ്യിലാണ് ഐഷ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഐഷയെ കാണാതാകുന്ന ദിവസം രാവിലെ താൻ പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഐഷയുടെ 4ഓളം മിസ് കോളുകൾ തന്റെ ഫോണിൽ ഉണ്ടായിരുന്നു. തിരിച്ചു വിളിച്ചിട്ട് ഐഷ എടുത്തിട്ടില്ല. പക്ഷേ അതിനുശേഷം പല തവണയായി ഐഷയുടെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് റോസമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. തിരിച്ചു വിളിച്ചാൽ സംസാരിക്കില്ല, മിണ്ടില്ല, കോൾ അറ്റൻഡ് ചെയ്യും, പിന്നീട് കട്ടാവും. ഇത് തന്നെയാണ് ജൈനമ്മ കേസിലും ഉണ്ടായിട്ടുള്ളത്. ജൈനമ്മയെ കാണാതായതിനു ശേഷം ജൈനമ്മയുടെ ഫോണിൽ നിന്നും പല തവണ ബന്ധുക്കളുടെ ഫോണിലേക്ക് കോളുകൾ വന്നിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ജൈനമ്മയെ കാണാതായി ദിവസം ഇതിനകത്ത് ഏറ്റവും നിർണായകമായി തെളിവ് ലഭിക്കുന്നത് ഈ ജൈനമ്മയുടെ ഫോൺ ഏറ്റുമാനൂരിൽ റീചാർജ് ചെയ്യപ്പെട്ടെന്നും റീചാർജ് ചെയ്ത കടയിൽ സെബാസ്റ്റ്യൻ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാവുകയും തുണിയിൽ പൊതിഞ്ഞ നിലയിൽ അയാളുടെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നതാണ്. അപ്പൊ റീചാർജ് ചെയ്യുന്നു, വീടുകളിലേക്ക് വിളിക്കുന്നു, വീണ്ടും അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്നുള്ളതാണ്. അതായത് പലയിടങ്ങളിലായി ജീവനോടെ ഉണ്ടെന്ന് ഇയാൾ സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ബിന്ദു പത്മനാഭൻ കേസിലും ഉണ്ടായിട്ടുണ്ട്. ബിന്ദുവിന്റെ അടുത്ത ബന്ധുക്കളെ പോലും മരണത്തിന് ഒരു ചടങ്ങിൽ
എത്തി മരണത്തിൽ പങ്കെടുത്ത ശേഷം ബന്ധുക്കളെ വിളിച്ച് ബിന്ദു ഉണ്ട് എന്ന് അയാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഒരു സ്ത്രീ തിരിഞ്ഞ് ഓട്ടോയിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ്. അത് ബിന്ദുവിന്റെ ശരീരഘടനയൊക്കെ ഉള്ള ഒരാളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിന്ദു ഉണ്ട് എന്ന് ഇയാൾ വരുത്തി തീർക്കാനും ബിന്ദുവിന്റെ ബന്ധുക്കളെ പലപ്പോഴും ഫോൺ, അതായത് പ്രവീൺ ഉൾപ്പെടെ വരുമ്പോൾ വിളിച്ച കോളുകൾ, ബിന്ദുവിന്റെ ഫോണിൽ നിന്ന് വിളിച്ച കോളുകൾ ഇയാൾ കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇയാൾ ആളുകൾ ജീവനോടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അതേ മോഡസാണ്. അതായത് ഇപ്പോൾ ഐഷ തിരോധാനം എന്നത് സെബാസ്റ്റ്യന്റെ ഇൻവോൾവ്മെന്റ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ചേർത്തല തിരോധന കേസിൽ പുതിയൊരു അന്വേഷണം കൂടി ആരംഭിക്കുകയാണ്. ഐഷ തിരോധാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18ലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ റോസമ്മയടക്കം ഈ അന്വേഷണ റഡാറിൽ ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഐഷ കേസിലും സെബാസ്റ്റ്യൻ പ്രതിപ്പട്ടികയിലേക്ക് വരാനാണ് സാധ്യത.